ഇത് കോവളത്തെ പ്രശസ്തമായ കടൽ തീരമാണ്. ഇവിടെ വിനോദസഞ്ചാരം ലോകപ്രശസ്തമാണ്. ഇവിടുത്തെ കടൽ തീരവും തിരകളും മനുഷ്യരും. എന്നാൽ ഇവിടെ ഈ വിനോദസഞ്ചാരത്തിനോടൊപ്പം തന്നെ പരമ്പരാഗത മേഖലയിൽ മത്സ്യബന്ധനം നടത്തുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരുടെ ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ തുടക്കമാണ്. മൺസൂണിന്റെ തുടക്കത്തോടുകൂടി കാലവർഷം പ്രക്ഷുബ്ധമാകുന്നതോടുകൂടി ഇവരുടെ മത്സ്യബന്ധനവും ഒക്കെ വളരെ മോശമായ ഒരു സാഹചര്യം. പക്ഷെ മറ്റൊന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വർഷം മുമ്പ് കടലിൽ മുങ്ങിത്താണ് എൽസ 3 എന്ന കപ്പലിൽ നിന്നും ഒഴുകി പരന്ന ആ കണ്ടെയ്നറുകളിൽ നിറഞ്ഞ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഈ തീരത്ത് അടിഞ്ഞിരിക്കുന്നു. ഈ തീരം മാത്രമല്ല, പൂന്തുറ, പള്ളിത്തുറ, കോവളം, വിഴിഞ്ഞം, അങ്ങനെ തെക്കൻ കേരളത്തിന്റെ തീരങ്ങളിലെല്ലാം ഈ പെല്ലറ്റുകൾ അടിഞ്ഞിരിക്കുകയാണ്. ഈ പെല്ലറ്റുകൾ മത്സ്യത്തിനും പരിസ്ഥിതിക്കുമൊക്കെ ദോഷമുണ്ടാക്കുന്നത് ഈ മത്സ്യബന്ധനത്തിനും. അതുപോലെ തന്നെ കപ്പലിന്റെ കണ്ടെയ്നറുകളിൽ ഇരിക്കുന്ന കെമിക്കലുകൾ, മാരകമായ വിഷാംശമുള്ള കെമിക്കലുകൾ കടലിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും പാരിസ്ഥിതികമായും മീനിന്റെ പ്രജനനത്തിലൂടെ മീനിന്റെ കുഞ്ഞുങ്ങൾക്കും മുട്ടകൾക്കും വരെ ദോഷമുണ്ടാകുന്ന കെമിക്കലുകൾ ആ എൽസ 3 കണ്ടെയ്നറുകൾക്കുള്ളിൽ അടങ്ങിയിട്ടുണ്ടായി. പക്ഷെ ഇതൊക്കെ നീക്കം ചെയ്തു എന്നാണ് കപ്പൽ കമ്പനിയും സർക്കാരുമൊക്കെ അവകാശപ്പെടുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി യാതൊന്നും നീക്കം ചെയ്തിട്ടില്ല. പക്ഷേ ഈ പെല്ലറ്റുകൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ കുറച്ചൊക്കെ തീരത്ത് നിന്ന് പരത്തി അരിച്ചും മറ്റുമൊക്കെ എടുത്തിരുന്നു. ഇപ്പൊ ഹലോ, ഇപ്പൊ നിങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നില്ലേ? എന്താ ഇതിപ്പോ എല്ലാം അണച്ചോ? മൺസൂനായോണ്ട് ഇനി ഇറക്കാൻ പറ്റൂല. അപ്പൊ എങ്ങനെ നിങ്ങളുടെ ഉപജീവനം ഇനി എത്ര മാസം ഇങ്ങനെ? ഒരു 5 മാസം പോകും. 5 മാസം പോകും. ജൂൺ ജൂലൈ. അപ്പൊ നിങ്ങൾ വേറെ തീരത്തേക്ക് പോകുമോ? ഇല്ല. വേറെ തീരം നമ്മൾ ഹാർബറിൽ പോകും. അവിടെ പണി ഉണ്ടാവും. അനുബന്ധമായ, അതായത് ഇപ്പൊ നിങ്ങള് എന്താണ് ഇത്? മരമടിയാണോ? എന്താ ചെയ്യുന്നത്? ഇത് കമ്പാവല. കരമടി. അതിപ്പോ ഇന്നുകൊണ്ട് നിർത്തിയാണോ അതോ? ഇന്നും വളയ്ക്കാൻ വേണ്ടി ഇരുന്ന തന്നെ കാലാവസ്ഥ പ്രതികൂലമാണ്. അത് കാരണം പറ്റുന്നില്ല. ഇപ്പൊ പറ്റുന്നില്ല, ഇറക്കാൻ പറ്റാം. അത് പിന്നെ എല്ലാം കൂടെ മേളിൽ കയറ്റാൻ വേണ്ടി തീരുമാനിച്ചു. എന്തോ പേരെന്തോ? നാസർ. ഇത് നിങ്ങൾക്ക് എത്ര കരമടിക്കാരുണ്ട് ഇവിടെ? ഇവിടെ ഈ ഇവിടെയും അവിടെയും കൂടെ ഏകദേശം 13 പേരോളം ഉണ്ട്. അല്ല 13. അപ്പൊ 13 സെറ്റ് എന്ന് പറയുമ്പോ 10-40 പേര് അതിനകത്ത് ഒരു സെറ്റിന് തന്നെ 35 പേരോളം ഉണ്ട്. 40 പേരോളം ഉണ്ട്. പ്രായമായ മത്സ്യത്തൊഴിലാളികൾ, പ്രായം കുറഞ്ഞവരെല്ലാവരും ഉണ്ട്. ഈ എൽസ 3 നിന്ന് പോയ ഈ പെല്ലറ്റുകൾ, പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ കണ്ടെയ്നർ ഇപ്പോഴും കടലിൽ കിടപ്പുണ്ട്. ചില സമയത്ത് വളയ്ക്കുമ്പോഴത്തേക്ക് നമ്മള് വലകളൊക്കെ അത്തുപോകാറുണ്ട്. കഴിഞ്ഞ ആഴ്ച അത്തുപോയി. കണ്ടെയ്നർ പീസ് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം അങ്ങനത്തെ ഇതുവരെ 1 രൂപ കിട്ടിയിട്ടില്ല. ഇനി ആരെടുത്ത് വെച്ച് ചോദിക്കാന്? ഇതാണ് കാലവർഷം ശക്തി പ്രാപിച്ചതോടുകൂടി ഇവരുടെ കരമടി മത്സ്യബന്ധനം നിർത്തി ഇവരെല്ലാം തീരത്തണഞ്ഞിരിക്കുകയാണിത്. അവരിന്നും മത്സ്യബന്ധനത്തിന് ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എവിടെയാ വെക്കുന്നത്? എവിടെ കൊണ്ട് വെക്കുന്നത്? സ്റ്റോറിൽ? ഹാർബറിന്റെ. ഇനിയിപ്പോ എപ്പോ എടുക്കും? ഇനി ഇവിടെ വരണമെങ്കിൽ ഒരു 6 മാസം കഴിയും. വർഷാരായി. അപ്പൊ ഇനി ഈ സമയത്തുള്ള നിങ്ങളുടെ ഉപജീവനമൊക്കെ എങ്ങനെ? എന്തെങ്കിലും എന്ത് ചെയ്യാൻ? പടച്ചോണ്ട് ഇതുപോലെ വേറെ പണിയൊന്നും ഇല്ല. ഇന്ന് നിങ്ങള് വല ഇറക്കാൻ ശ്രമിച്ചു അല്ലേ? എന്ത് പറ്റി? എന്നിട്ട് കടല് ശാന്തമായിട്ട് നിൽക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ടൂറിസം മേഖലയാണെങ്കിലും ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും അവരുടെ ഉപജീവനം നടത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ കേരളത്തിന്റെ തീരമേഖലയെ പ്രക്ഷുബ്ധമാക്കുന്ന, കടല് പോലെ തന്നെ പ്രക്ഷുബ്ധമാക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് കേരളത്തിന്റെ തീരമേഖലയിലുള്ളത്. അപ്പൊ ഇത് കപ്പലോട്ടങ്ങളും അതുപോലെ തന്നെ കടലിലെ പ്രശ്നങ്ങളും
അശാസ്ത്രീയമായ മത്സ്യബന്ധനങ്ങളും എല്ലാം കടലിനെയും പരിസ്ഥിതിയെയും നശിപ്പിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ഒരു പരിതാപകരമായ അവസ്ഥയിലാണ്. അത് വരുന്ന 5 മാസക്കാലത്തോളം ഇവർക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിഞ്ഞില്ല. ഇവരുടെ ജീവിതവും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് നേരിടുന്നത്. അവധി സമയങ്ങളിൽ മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത സമയത്ത് സർക്കാർ തലത്തിൽ ഇവർക്കൊരു ബാറ്റ കൊടുക്കുമെന്ന് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നാണ് ഇവർ പറയുന്നത്.